ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിലുള്ള ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യ ഹർജി ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ വാദം നടക്കും. ബോർഡ് കൂട്ടായെടുത്ത തീരുമാനം നടപ്പിലാക്കുകയാണ് പത്മകുമാർ ചെയ്തത് എന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. അതേസമയം കേസിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇഡി സമർപ്പിച്ച അപേക്ഷ ബുധനാഴ്ച വിജിലൻസ് കോടതി പരിഗണിക്കും. ശബരിമലയിലെ കട്ടിളപ്പാളികൾ കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നത് ബോർഡിലെ എല്ലാവരും ചേർന്നെടുത്ത തീരുമാനമാണെന്നും താൻ മാത്രം കുറ്റക്കാരനാവില്ലെന്നുമാണ് എ പത്മകുമാർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. മിനിറ്റ്സിൽ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് ബോർഡംഗങ്ങളുടെ അറിവോടെയാണ്. തനിക്ക് പ്രായമായെന്നും പരിഗണന വേണമെന്നും പത്മകുമാർ ജാമ്യാപേക്ഷയിൽ ആവശ്യപ്പെടുന്നു. എന്നാൽ ഇരു കേസുകളിലും പ്രതിയായതോടെ പത്മകുമാറിന്റെ കുരുക്ക് മുറുകി. ദ്വാരപാലക ശില്പങ്ങളുടെ കേസിൽ പത്മകുമാറിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. കേസിലെ പ്രതികളായ മുരാരി ബാബു, കെ എസ് ബൈജു, എൻ വാസു എന്നിവരുടെ ജാമ്യ ഹർജികൾ വിജിലൻസ് കോടതി നേരത്തെ തള്ളിയിരുന്നു. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷയിലും ഇന്ന് വാദം കേൾക്കും. റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനാൽ ദേവസ്വം മുൻ കമ്മീഷണർ എൻ വാസുവിനെയും കോടതിയിൽ ഹാജരാക്കിയേക്കും. കേസിലെ FIR, മൊഴിപ്പകർപ്പടക്കമുള്ള അനുബന്ധ രേഖകൾ ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച അപേക്ഷ ബുധനാഴ്ച പരിഗണിക്കും. കേസിൽ കള്ളപ്പണ ഇടപാടുണ്ടെന്നതാണ് ഇഡിയുടെ വാദം. ശബരിമലയിൽ ഇഡി അന്വേഷണം വേണ്ട എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. രേഖകൾ കൈമാറുന്നത് സർക്കാർ കോടതിയിൽ എതിർത്തിരുന്നു. എതിർവാദം കൂടെ കേട്ട ശേഷമാകും രേഖകൾ കൈമാറുന്നതിൽ കോടതി അന്തിമ തീരുമാനമെടുക്കുക. മീഡിയ 1 കൊല്ലം.